ഹലോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് സിക്കന്ദർ. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സൽമാൻ ഖാൻ, രശ്മിക മന്ദാന, കാജൽ അഗർവാൾ, ഷർമാൻ ജോഷി, സത്യരാജ്, കിഷോർ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് AR വർഗദോസ്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രത്തം, ബീജിയം ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അജിത് ദ്വാലയാണ്. മീൻസ് നമ്മുടെ സൽമാൻ ഖാൻ്റെ കിക്കില്ലേ അതും പിന്നെ ഭാഗ്യ സീരീസിൻ്റെ എല്ലാ പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. കൂടുതലായിട്ട് എനിക്ക് അറിയാൻ തോന്നുന്നു, മറന്നു കേട്ടോ ബാക്കിയുള്ളത്. പടമൊക്കെ ഉണ്ട്, സൽമാൻ ഖാൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പടങ്ങളുടെ പേരൊക്കെ പറഞ്ഞത് കൊണ്ടാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വേസ്റ്റ് മൂവി ഐ വാച്ച്ഡ് ഇൻ 2025. റിലീസ്ഡ് ആൻഡ് ദിസ് മൂവി ഈസ് റിലീസ്ഡ് ഇൻ 2025. കറക്റ്റ് പറഞ്ഞാൽ 2025 ഇറങ്ങിയ സിനിമകളിൽ ഞാൻ കണ്ട ഫസ്റ്റ് വേസ്റ്റ് മൂവി ഇതെന്നായിരിക്കും. അമ്മാതിരി ഒരു ഊളപ്പടം, ഒരു മെനയില്ല എന്നാണ് പറയാം. എങ്ങനെ ഞാൻ ഈ പടം തിയേറ്ററിലിരുന്ന് കണ്ടെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഈ സിനിമ ഞാൻ കയറിയത് ഒന്നേക്കാലത്തെ ഷോയ്ക്കാണ് ഞാൻ കയറിയത്. PVRന് ഈ പടം ആദ്യം തൊട്ട് അവസാനം വരെ ടോർച്ചറാണ്. ആകെ പോസിറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബീജിയവും മ്യൂസിക്കും, ബാക്കി എല്ലാം കൂടത്തരമാണ്. സത്യരാജ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് വില്ലനാന്നും പറഞ്ഞിട്ട്, പക്ഷെ എന്താ കാണിക്കണമെന്ന് മനസ്സിലായിട്ട് അമ്മാതിരി കോമഡിയാണ്. പിന്നെ സൽമാൻ ഖാൻ ഈ സ്റ്റോറി എടുത്തിട്ട് നേരെ ഈ സ്റ്റോറി ഗെയിം ചേഞ്ചറെന്ന് വെച്ചിരുന്നെങ്കിൽ ആ പടം ഒരു ഹിറ്റായേനെ. എന്നിട്ട് ഈ സിക്കന്ദറിൻ്റെ മറ്റേ ഗെയിം ചേഞ്ചറിൻ്റെ സ്റ്റോറി സിക്കന്ദറിന് കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ ആയേനെ. പക്ഷെ എന്ത് പറയാൻ, നടക്കേണ്ടത് നടന്നു. ബട്ട് ഗെയിം ചേഞ്ചേഴ്സ് ബെറ്റർ ദാൻ ദിസ് മൂവി എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയാം. പിന്നെ കാജലൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ലക്ഷ്മിക്കാണെങ്കിൽ ഒരു 40 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് മരിക്കും. പിന്നെ അയാൾ അവിടെ വളർത്തുകൊണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഇതാണ് പടം ഫുള്ളും അങ്ങനെയാണ്. പിന്നെ ഇതിൽ നവാബ്ഷയൊക്കെ ഉണ്ട്, എന്തിനാണ് എൻ്റെ തേങ്ങയ്ക്കാണെന്ന് എനിക്ക് ഏറ്റവും മനസ്സിലായിട്ടില്ല. അങ്ങനെ അയാളാകെ ഒരു കാര്യമില്ലടേ, അമ്മാതിരി ഒരു ഊള ക്യാരക്ടർ കൊടുത്തിരിക്കുകയാണെങ്കിൽ അവർക്ക്. പിന്നെ ദർബാറുണ്ട്, നമ്മുടെ സുനിൽ ഷെട്ടിയുടെ അമ്മാനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അവൻ ഇതിൽ സത്യരാജിൻ്റെ മേനായിട്ട്, മീൻസ് വില്ലൻ സത്യരാജ് ചേട്ടാ. ഞാൻ പറഞ്ഞിരുന്നു, എന്നിട്ട് ഇന്നോട് പറയാൻ നോക്കണം. എൻ്റെ മേനായിട്ട് ഒരു കാര്യമില്ല, അതൊന്നും ഒരടി വാങ്ങും സൽമാൻ ഖാൻ്റെ സല്ലുബായിൻ്റെ അടുത്ത്. ഫൈറ്റ് സീക്വൻസൊക്കെ വട്ട ദുരന്തമാണ്. എഡിറ്റിങ് എന്തിനാ, ക്യാമറ ഷോട്ട്സ് എഡിറ്റിങ്ങൊക്കെ എന്ത് തേങ്ങയാണ് ഞാൻ ചെയ്യണമെങ്കിൽ ഇതിലുണ്ട് മനസ്സിലായിട്ട്. അമ്മ തെറി പഠിക്കാൻ തോന്നി. ഇത് സ്പോയിലറിലോട്ടാണ്, നോ പോസിറ്റീവ്സ്. ഇതിൽ ചിലപ്പോൾ കുറച്ച് പേർ കൂടിയെന്ന് വരും, അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ മുംബൈയിലെ ഞാൻ കഥ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ രാജുവാട്ടിലെ രാജാവ് എന്തുവാണ് ആൾക്കാർക്ക് സഹായിച്ചു കൊടുക്കേണ്ടതാണ് പണി. അവിടെ അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് പറയുന്നത് നന്മമാരും, പാവപ്പെട്ടവർ സഹായിക്കുന്നത് നന്മമാരും. പക്ഷെ തെറ്റ് കണ്ട അങ്ങനെ ഇടപെടും. ചിലപ്പോൾ ചെയ്യുന്നത് ആരാണ് അവനെ വെട്ടിക്കൊല്ലും, കൊന്നുകളയ വരെ ചെയ്യും. എന്തായാലും ഒരുപാട് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഭാര്യ മരിക്കും, വില്ലൻ്റെ ആൾക്കാരാണ് കൊല്ലണത്. അപ്പോൾ അങ്ങനെ ഇവിടെ കൊല്ലും. അപ്പോൾ ഞാൻ അറിയണത് ഇങ്ങനത്തെ ഭാര്യ 3 പേർക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റിങ്ങിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആർക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ അത് 3 പേര് അവരുടെ ഓർഗൻസ് 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അവർ മുംബൈയിലാണെന്ന് അറിയുമ്പോൾ അവരാണ് എൻ്റെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും.
ഇവിടെ അവരെ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ കാണാമെന്ന് എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അവരെ കൊല്ലുമെന്ന് പറയുമ്പോൾ നമ്മളെ വില്ലൻ കൊല്ലുമെന്ന് പറയുമ്പോൾ നീ ഞാൻ വരങ്ങട വട്ടിയെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫൈറ്റാണ്. പിന്നെ എന്തൊക്കെയാണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സർക്കാർ ഹാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണവന്മാരും ഉണ്ട് ഈ സിനിമ, എന്നിട്ട് കാണുന്നവന്മാരും ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സർക്കാരല്ല ഇത്. സർക്കാർ എവിടേക്ക് സർക്കാരിൻ്റെ കോപ്പയല്ലേ സിനിമ, പക്ഷെ സർക്കാർ എവിടെയൊക്കെയോ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചില സീൻസ് മാത്രമുണ്ട്. ഒന്ന് പാട്ട് സീൻ, ഒരു പാട്ട് ഒന്ന് ബമ്പം പോലെ ശംഭോ അങ്ങനെ എന്തിനാണ് പാട്ട് എനിക്ക് അറിഞ്ഞു കിട്ടുന്നത്. സോറി. ആ പാട്ട് ഒന്നുമില്ലടേ, നമ്മളെ ആ പാട്ടില്ലേ, ആ പാട്ടിന് സെറ്റ് നൈസായിട്ട് കോപ്പി അടിച്ചാണ് സംശയമുണ്ട്. അമ്മാതിരി കോപ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങേറെ ഫസ്റ്റ് ലൈഫ് കാണിക്കുന്ന സമയത്തൊക്കെ സർക്കാരിൽ വിജയൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വിജയൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചാൽ അതേപോലെ തന്നെ ഇതിലും കാണിച്ചിരിക്കുന്നത്. അതിനൊരു മാറ്റവും ഇല്ല. സ്റ്റാർട്ടിങ്ങിലിട്ടോ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ആരാന്നുള്ള കാണിക്കുമ്പോൾ മാത്രം, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ സർക്കാരിൻ്റെ ഒന്നും വലിയ കോപ്പി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കിയെല്ലാം പേഴ്സൻ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ ആരെങ്കിലും അമീർ ഖാൻ ആരെങ്കിലും ക്യാമറ ഉണ്ടെന്നൊന്നും പറഞ്ഞുകൊണ്ട് പോകരുത്. പോയാൽ ഞങ്ങളുടെ കാശ് പോകും, അതാണ് സംഭവിക്കുക. പിന്നെ ലാസ്റ്റ് പിന്നെ ഇതിപ്പോൾ എനിക്ക് വേറൊരു പ്രശ്നം തോന്നിയതെന്ന് വെച്ചാൽ ഈ പടത്തിൽ ഓൾറെഡി പ്രശ്നമാണ്. ആകെ ഒരു 2 പോസിറ്റീവ്സേ ഉള്ളൂ. ഒന്ന് രണ്ടുകൊണ്ടും പറയുകയാണ് ഞാൻ മ്യൂസിക് ആൻഡ് BGM. ഇത് രണ്ടും ഒഴികെ ബാക്കിയായാലും ഇത് കാര്യം വെച്ച് നോക്കിയാൽ സ്പോയിലേഴ്സാണ്. ഒരു കാര്യമില്ല. എന്തിനോ ഉണ്ടാക്കിയ സാമ്പാറെന്ന് നമ്മൾ തിളപ്പിച്ച സാമ്പാറെന്ന് പറയണ കണക്ക് എന്തിനോ വെച്ച തൈര്, അതാണ് ഈ സിനിമ ഫുള്ള്. ഞാനിതൊക്കെ എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയോടാൻ തോന്നുന്നതാണ്. പക്ഷെ സെക്കൻഡ് ഹാഫ് മര്യാദയ്ക്ക് ആവുമെന്ന് വിചാരിച്ച്, പക്ഷെ നടന്നില്ല. അടുത്ത പറഞ്ഞ AR മുരുകദാസിൻ്റെ എല്ലാ പടവും ഞാൻ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ്. ദർബാർ വരെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ദർബാറിൽ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് സുനിൽ ഷെട്ടിയുടെ ആ പടത്തിൽ സുനിൽ ഷെട്ടിയുടെ മോനായിട്ട് അഭിനയിച്ച ആളായിരുന്നു എനിക്ക് ആ പടത്തിലൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമയിൽ മീൻസ് പടവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പടത്തിൽ ആ ചെറുക്കനുണ്ട്, അത് വേറെ കാര്യം, അത് ഞാൻ വീണ്ടും പറയണം. എന്തായാലും പിന്നെ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എൻ്റെ പൊന്നോ വെറുത്തുവോ, അമ്മാതിരി ഒരു സംഭവം ഒന്നും ഇല്ലടേ. യാതൊരു നമ്മുടെ ജവാനിൽ കണ്ടിട്ടില്ലടേ, നല്ല ഫൈറ്റ് ഇല്ലടേ. ക്ലൈമാക്സ് ഫൈറ്റ് അതേപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഇവൻ്റെ മറ്റേ ജവാൻ്റെ ഫൈറ്റിൻ്റെ നമ്മൾ കണ്ടിട്ടില്ലടേ. മറ്റേ ഷാറുഖ് ഖാൻ്റെ ആൾക്കാരെ മറ്റേ കസ്റ്റഡിയിലിട്ടിട്ട് അടി ഉണ്ടാക്കുന്നത്, വില്ലനായിട്ട് അടി ഉണ്ടാക്കുന്നത്. അതേപോലെ ഇതിൽ വില്ലൻ്റെ ആൾക്കാർ മറ്റേ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളൊക്കെ ഇവനെ ഒരു കസ്റ്റഡിയിലിട്ടിട്ട് പിടിക്കും. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവനൊന്നും ഉദ്ദേശിച്ചത് സല്ലൂഭായിനെയാണ്. സല്ലൂഭായി ആണെങ്കിൽ വാടാന്ന് പറഞ്ഞുകൊണ്ട് അടിയിലടി. അത് പറഞ്ഞ കട്ട കോമഡി, അങ്ങേർക്ക് പറ്റണില്ല. മസിലിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കൈയൊക്കെ പോയി, കൈയൊക്കെ ഒടിഞ്ഞ കണക്കാണ് ഫൈറ്റ് ചെയ്യണം. കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു എന്നോട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ഇത് മസാലയാണോ ശ്രമിച്ചതില്ലെങ്കിൽ പിന്നെ കോമഡി പടമാണോ ശ്രമിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷർമാൻ ജോഷിയൊക്കെ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. ഒന്നാമത് കോമഡി. പിന്നെ കാജൽ അഗർവാൾ പറയണ്ടല്ല, അങ്ങനെ അവർ ഈ പടത്തിൽ വഹിച്ചിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല. വേറെ എന്തെങ്കിലും ഹിന്ദി ആക്ടേഴ്സിനെ വേണം വിളിക്കരുത്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എമ്പുരാനെ തളർത്തോന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഇതൊക്കെ ഈദിന് ഇറക്കി വിട്ടതിനെ കുറിച്ച് എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഈദിന് മാത്രമല്ലടാ, ഒരിക്കലും ഇറക്കാൻ പാടില്ലാത്ത പടമാണ് ഇത്. സൽമാൻ ഖാനെ മാറ്റിയിരുന്നെങ്കിൽ സൽമാൻ ഖാൻ പകരം രാം ചരൺ നായകനാക്കുകയും പിന്നെ ഗെയിം ചേഞ്ചറിൽ സൽമാൻ ഖാനെ നായകനാക്കുകയും ചെയ്തിരുന്നെങ്കിൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞാണ്. പക്ഷേ എന്നിട്ട് ക്ലാഷ് വെക്കണമായിരുന്നു. ക്ലാഷ് വെച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ പൊട്ടത്തരം കാണിച്ച് എന്ത് പറയാൻ ഇനി പണി കിട്ടി. ഞാൻ എന്തായാലും അറ്റ്ലിയായിട്ട് ഒരു പടം ചെയ്യാൻ പോകണമെന്ന് ഒരു റൂമർ കേൾക്കുന്നുണ്ട്. ഇത് അറ്റ്ലിയുടെ 6ാമത്തെ പടം എന്നാണ് ഞാൻ കേൾക്കണത്. അല്ലു അർജുനായിട്ടുള്ള പടം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സൽമാൻ ഖാൻ്റെ കൂടെ ചെയ്യുന്നത് എന്നത് കേട്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഐ ഡോണ്ട് നോ. ബട്ട് അത് പൊളിക്കുന്നുണ്ട്. ഭയങ്കര കംബാക്ക് കൺഫേം. അല്ലെങ്കിൽ ടൈഗർ എക്സ്പെർട്ടാണ്. അത് കാരണം ഇറക്കിയാൽ മതിയായിരുന്നു. എന്തായാലും ടൈഗർ 3ക്ക് ശേഷം വന്നത് വെറുതെയായി. ടൈഗർ 3 നല്ല പടമായിരുന്നു, അത് വേറെ കാര്യം. എന്തായാലും ഞാനിപ്പോൾ ചില പടങ്ങൾ കണ്ടിട്ടുണ്ട്, ചില പടങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ തന്നെയാണ് എല്ലാ ആക്ടേഴ്സിനും എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ ആക്ടേഴ്സിൻ്റെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ട് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ 3ാമത്തെ പോസ്റ്റ് മൂവിയാണ്. ഒരെണ്ണം ആവറേജാണ്, 3ാമത്തെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തിരിക്കുന്നത്. ഒന്ന് ട്യൂബ് ലൈറ്റ്, അത് ആവറേജ് ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് നല്ലതും സെക്കൻഡ് ഹാഫ് എന്തിനൊക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, ആകെ ഒരു പോസിറ്റീവ്സ് ആയിട്ട് വന്നത് സോഹൈൽ ഖാനും ഷാറുഖ് ഖാൻ ക്യാമിയോയാണ്. വേറെ ഒന്നും എനിക്ക് അത്ര നല്ലത് തോന്നിയിട്ടില്ല. പിന്നെ റേസ് 3 അത് അത് ഇതും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ബെറ്റർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പിന്നെ റേസ് 3 എന്ന് പറയുന്നതിൽ പാട്ടും ഒന്നും അൾട്ടിമേറ്റ് സ്പോയിലറായിട്ട് പറയേണ്ടി വരും. എൻ്റെ റിവ്യൂ ഇതിൽ കിടപ്പുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ തരുന്നത് ഈ സിനിമ തന്നെയാണ്. അതുകൊണ്ട് ഇതിലാകെ എനിക്ക് നല്ലതായിട്ട് വന്നത് മ്യൂസിക്കും BGM മാത്രമാണ്. ബാക്കി എല്ലാം കൂടെ ഉത്തരവാണ്. ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അമ്മാതിരി എനിക്ക് നിങ്ങളുടെ അഭിപ്രായം, പിന്നെ അത്ര എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ. ഡെൽറ്റ എക്സ്പ്രസ്.